ഗുഡ് മോർണിംഗ് ഓപ്പണിംഗ് ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് സർ. ഹാപ്പി മോർണിംഗ് സർ. ഇന്നത്തെ ഒരു വിപണി പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റാർട്ട്, അതായത് തുടർച്ചയായിട്ടുള്ള ഒരു 6 ദിനങ്ങളുടെ ഒരു നേട്ടത്തിന് ശേഷം അവസാനത്തെ ട്രേഡിംഗ് ദിനത്തിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു നിഫ്റ്റി 50യിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നത്. നിഫ്റ്റി ബാങ്കും സൂചികളൊക്കെ തന്നെ സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രകടനം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലോബൽ വിപണി അടക്കം പരിശോധിക്കുകയാണെങ്കിലും ക്ലിയർലി ഒരു ടേൺ ഓവർ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി US മാർക്കറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മികച്ച പെർഫോമൻസ് തന്നെ, അതായത് US ചൈന ട്രേഡ് ഡീൽ പരിശോധിക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായ രീതിയിലുള്ള അപ്ഡേഷൻസ് ഒക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. ഇവയൊക്കെ തന്നെ വിപണി വളരെ ശക്തമായ രീതിയിൽ തന്നെ മുൻപോട്ട് നയിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാൻ സാധിക്കുന്നത്. ഇത് തന്നെ എടുത്തു പറയേണ്ട രീതിയിലുള്ള പ്രകടനങ്ങൾ ഏഷ്യൻ മാർക്കറ്റ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. നിക്കേ 225 പരിശോധിക്കുകയാണെങ്കിൽ ജാപ്പനീസ് സൂചികയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1.25% നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നു. കൊറിയൻ സൂചികയായിട്ടുള്ള കോസ്പി പരിശോധിക്കുകയാണെങ്കിലും സ്വാഭാവികമായിട്ടും 2% ഒരു നേട്ടമായി. സ്വാഭാവികമായിട്ടും US ചൈന ട്രേഡ് ഡീലിനെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയിലായിട്ട് വരുന്നത്. അതിലിപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധമുണ്ട്, റയർ എർത്ത് മെറ്റീരിയൽസിൻ്റെ പ്രശ്നമുണ്ട്, കൂടാതെ ടിക്ടോക്ക് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു വിഷയമൊക്കെ ഇപ്പോൾ US ചൈന ട്രേഡ് ഡീലൊക്കെ തന്നെ മാർക്കറ്റിനെ ഇനി എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുന്നതാണ് സാർ കരുതുന്നത്? നിഖിൽ, ഞാൻ പ്രേക്ഷകർക്ക് നിഖിലിനെ പരിചയപ്പെടുത്തുന്നു. നിഖിൽ ഞങ്ങളുടെ ഒരു ടീം മെമ്പറാണ്. നിഖിൽ ഒരുപാട് ഷോസ് മൈഫിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇന്ന് ഓപ്പണിംഗ് അവേഴ്സിൽ ജാസ്മിന് പകരം, ജാസ്മിൻ ഒരു പേഴ്സണൽ ആവശ്യം കാരണം ലീവിലാണ്. ജാസ്മിൻ ഉടനെ തന്നെ തിരിച്ചു വരും. ജാസ്മിനെ പരിചയമുള്ളവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഇൻഫർമേഷൻ തരുന്നേ ഉള്ളൂ. ജാസ്മിൻ ഏതാണ്ട് ഈ ആഴ്ച മിഡിലോടുകൂടി അല്ലെങ്കിൽ അവസാനത്തോടുകൂടി ജാസ്മിൻ തിരിച്ച് ജോയിൻ ചെയ്യും. നിഖിൽ ഇപ്പോൾ തൽക്കാലം നമ്മുടെ കൂടെ ഓപ്പണിംഗ് അവേഴ്സിൽ ജോയിൻ ചെയ്യുന്നു. വളരെ സ്മാർട്ടും ബ്രില്യൻറ്റും ആയിട്ടുള്ള ഒരു യങ്സ്റ്ററാണ് നിഖിൽ എന്ന് പറയുന്നത്. നിഖിൽ നേരത്തെ ചോദിച്ച പോലെ ശരിയാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ ട്രേഡ് ഡീലിൻ്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ തന്നെ US-ഉം ചൈനയും ഒക്കെ തമ്മിൽ നടക്കുന്നു, ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നു. നമ്മുടെ കാര്യങ്ങൾക്ക് ഇതുവരെ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടില്ല എന്നൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴും നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നൊരു പുതിയ ബ്രാൻഡ് ന്യൂ വീക്കാണ് അല്ലേ. മാസം അവസാനത്തിലേക്ക് നമ്മൾ വന്നു തുടങ്ങി. അവസാനത്തെ ഒരു വീക്കാണെങ്കിലും ഒരു പുതിയ തുടക്കമായിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വി വിൽ സ്റ്റാർട്ട് ഫ്രം ദ ടോപ്പ്. എങ്ങനെയാണ് ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് തുടങ്ങാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് US മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡേ സൂം ചെയ്താണ് US മാർക്കറ്റ് പോയെന്നുള്ളത്. അതായത് ഇപ്പം നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഇൻഫ്ലേഷൻ ഫിഗേഴ്സ്, അതായത് വെള്ളിയാഴ്ച ഇൻഫ്ലേഷൻ ഫിഗേഴ്സ് വരുമല്ലോ. സാധാരണ നമുക്കറിയാം US ഷട്ട് ഡൗണിലാണ്. ഈ ഷട്ട് ഡൗൺ ആകുമ്പോൾ സാധാരണ മിക്ക ഡിപ്പാർട്ട്മെൻറ്റുകളും വർക്ക് ചെയ്യില്ല. പക്ഷേ എന്നാൽ തന്നെയും വളരെ ലേബർ ബ്യൂറോ പറഞ്ഞത് ഈ ഇൻഫ്ലേഷൻ ഡേറ്റ തയ്യാറാക്കുന്ന ടീം മസ്റ്റായിട്ട് ഓഫീസിൽ വരണം എന്നുള്ള കാര്യം വെച്ചാൽ അവർ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഇൻഫ്ലേഷൻ്റെ ഡേറ്റ, മറ്റുള്ള ഡേറ്റ ഒക്കെ, അതായത് ജോബ്ലെസ് ക്ലെയിംസിൻ്റെ ഡേറ്റ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ എന്താ പറയുക GDP ഗ്രോത്തിൻ്റെ ഡേറ്റാസ് ആണെങ്കിലും ശരി, ഈ ഡിപ്പാർട്ട്മെൻറ്റിലൊന്നും വർക്കിംഗ് നടക്കണില്ല. ബട്ട് ഏതായാലും ഇൻഫ്ലേഷൻ്റെ കേസിൽ ഡേറ്റ പബ്ലിഷ് ചെയ്തേ പറ്റുള്ളൂ എന്ന് തന്നെയാണ് US ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് എംപ്ലോയീസ് ഒക്കെ വന്നു, അതിനുവേണ്ടി വർക്ക് ചെയ്തു. ആ ഡേറ്റ അതാ വെള്ളിയാഴ്ച പുറത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ള. ആ ഡേറ്റ എന്തുകൊണ്ട്, അതായത് ഇതിൻ്റെ ഒരു സബ് ടെക്സ്റ്റ് എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഇത്രയും ഇമ്പോർട്ടൻസ് ഇൻഫ്ലേഷൻ ഡേറ്റയ്ക്ക് മാത്രം കൊടുക്കുന്നു, GDP ഗ്രോത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള ജോബ്ലെസ് ക്ലെയിംസിനൊന്നും കൊടുക്കാത്ത എന്ന് വെച്ചാൽ ഇത് കിട്ടിയിട്ട് വേണം FOMC അതായത് ഫെഡിന് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ട്രാജക്ടറി നിശ്ചയിക്കാൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അങ്ങനെ ഒരു ഡിസിഷൻ അവർ എടുത്തതെന്നില്ല. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഇൻഫ്ലേഷൻ ഫിഗേഴ്സ് വെള്ളിയാഴ്ച വന്നേക്കുന്നു. CPI ഡേറ്റ, അതായത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ പറഞ്ഞേക്കുന്നത് ഇറ്റ് ഈസ് അപ്പ് ബൈ 0.3%. അതായത് എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ 0.4%. ആ എക്സ്പെക്റ്റേഷനെക്കാട്ടിലും ലോവർ ആയിട്ടാണ് അത് വന്നതെന്നുള്ളത്. അതായത് ആനുവൽ ഇൻഫ്ലേഷൻ റേറ്റ് വന്നേക്കുന്നത് പോലും 3%. എക്സ്പെക്റ്റേഷൻ 3.1% ആണ് എന്നുള്ളത്. അപ്പോൾ ഇൻഫ്ലേഷൻ കുറയുന്നു എന്നുള്ള രീതിയിലേക്കാണ് ഫിഗേഴ്സ് സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല കോർ CPI എന്ന് പറഞ്ഞാൽ ഈ CPI ഡേറ്റയും കോർ CPI ഡേറ്റയും തമ്മിലുള്ള വ്യത്യാസം വെച്ചാൽ കോർ CPI ഡേറ്റയിൽ നമ്മൾ ഫുഡിൻ്റെയും എനർജിയുടെ പ്രൈസസ് എടുത്ത് മാറ്റും. കാര്യം ഏറ്റവും കൂടുതൽ ഫ്ലക്ച്വേഷൻ വരുന്നത് ഈ ഫുഡിൻ്റെ കാര്യത്തിലും ക്രൂഡിൻ്റെ കാര്യത്തിലുമാണ്. ഈ ഫുഡിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ഫ്ലക്ച്വേഷൻ വരുന്നു എന്ന് വെച്ചാൽ മൺസൂൺ, അങ്ങനെ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും US-ലാണെങ്കിലും മിക്ക രാജ്യങ്ങളിലും ഈ CPIയുടെ 2 കമ്പോണൻസ്, അതായത് ഫുഡ് എന്ന് പറയുന്നത് ഒരുപാട് വെതർ കണ്ടീഷനെ ബേസ് ചെയ്തിരിക്കും. അതുകൊണ്ട് അത് ഭയങ്കര വോളട്ടൈലാണ്. അപ്പോൾ അതിനെയും എടുത്ത് മാറ്റി. പിന്നെ ഫ്യൂവൽ പ്രൈസസ് എന്ന് വെച്ചാൽ പല കാരണങ്ങൾ കൊണ്ട്, ഗ്ലോബൽ റീസൺസ് കൊണ്ട്, ഡൊമസ്റ്റിക് റീസൺസ് കൊണ്ടല്ല. അപ്പോൾ ഈ 2 ഭയങ്കരമായിട്ട് വോളറ്റിലിറ്റി വരുന്ന ആ 2 പാരാമീറ്റേഴ്സിനെ എടുത്ത് മാറ്റി CPI ഡേറ്റയിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫിഗറാണ് കോർ CPI ഡേറ്റ എന്ന് പറഞ്ഞാൽ. ആ കോർ CPI ഡേറ്റ എന്ന് പറഞ്ഞാൽ
0.2% ആണ് എന്നുള്ളത്. അതായത് 0.3% ആയിരുന്നു എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ഇൻ ഷോർട്ട് സിമ്പിളായിട്ട് വ്യൂവേഴ്സിനോട് നമുക്ക് പറയേണ്ട കാര്യം വെച്ചാൽ അതായത് ഇൻഫ്ലേഷൻ്റെ കാര്യത്തിൽ ഒരു കൂളിംഗ് ഓഫ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഡേറ്റ കാണിക്കുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ കുറയുകയും സാധാരണ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി വയ്ക്കുന്നത് എന്തിനാ? ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ അല്ലേ? US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻഫ്ലേഷൻ കാരണം എന്താ പറയുക കുറയ്ക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലായത് അല്ലേ? ഒരു റേറ്റ് കട്ട് മാത്രമേ വന്നുള്ളൂ, 25 ബേസിസ് പോയിന്റ്സിന്റെ റേറ്റ് കട്ട് വന്നു എന്നുള്ള. ഇപ്പം മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ? ഇൻഫ്ലേഷൻ താഴേക്ക് വരിക, ഇനി ഗ്രോത്തിനെ ഡ്രൈവ് ചെയ്യാനാണ് FOMC അല്ലെങ്കിൽ ഫെഡിന്റെ ഒരു ടാർഗറ്റ് എങ്കിൽ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ വരാൻ പോകുന്ന വെനസ്ഡേ ആണെന്ന് തോന്നുന്നു FOMC മീറ്റിംഗ്, ഒരു 25 ബേസിസ് പോയിന്റ്സിന്റെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഫെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. ഇപ്പം വാൾ സ്ട്രീറ്റിലൊക്കെ ഏതാണ്ട് ഇതിൻ്റെ ഒരു സർവേ ഒക്കെ നടത്തുമ്പോൾ 98% ഓഫ് റെസ്പോണ്ടൻസും പറയുന്നത് 25 ബേസിസ് പോയിന്റ്സ് കട്ട് ചെയ്യും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഗുഡ് ഫോർ ഇക്വിറ്റീസ്, ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച US മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്തു. അതുകൂടാതെ ആ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഈ റിസ്കിയർ അസറ്റ്സിലേക്ക് പൈസ US ഡോളേഴ്സ് പോകാനുള്ള അല്ലെങ്കിൽ US FIIs പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് കൂടുതലും എമർജിങ് മാർക്കറ്റ്സിലേക്ക് അയക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഒരു ബെനിഫിഷ്യറി ആവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അതുകൊണ്ടായിരിക്കും ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റിയും ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് വളരെ പോസിറ്റീവ് നോട്ടിൽ ഓപ്പൺ ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഇൻഫ്ലേഷൻ ഡേറ്റയും ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മൾ മറ്റുള്ള ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് നോക്കുമ്പോഴേ ഈ ട്രഷറി ഈൽഡൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ട്രഷറിയിലും റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള. US 10-year ബോണ്ട് ഈൽഡ് ഏതാണ്ട് 4% മാർക്കിൽ തന്നെ നിൽക്കുന്നു. ഇതൊന്നും നമുക്ക് ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് ആയിട്ട് വയ്ക്കുമ്പോൾ ഇന്ത്യക്ക് വലിയ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല. ഓയിൽ ബട്ട് ജസ്റ്റ് ഒന്ന് സ്പൈക്ക് ചെയ്തിട്ടുണ്ട്, ഏതാണ്ട് $65-64 പെർ ബാരൽ ആണ് എന്നുള്ള കാര്യം. ഒരുപാട് കബ്സ് US റഷ്യൻ ഓയിൽ മെയിൽ കൊണ്ടുവരുന്നത് കൊണ്ടായിരിക്കാം എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇതിനു മുമ്പേ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു, വെള്ളിയാഴ്ച ഓപ്പണിംഗ് അവേഴ്സിൽ നമ്മൾ പറഞ്ഞ കാര്യം വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ത്രെട്ട് ഈ പറയുന്ന പോലെ ടാരിഫ് അല്ല, നമ്മളെ സംബന്ധിച്ച് ഓയിലാണ്. കാര്യം ഇപ്പോൾ ടാരിഫിനെ സംബന്ധിച്ചുള്ള പ്രശ്നമായിരുന്നു എന്നുണ്ടെങ്കിൽ ടാരിഫ് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത് ഈ മിഡ് ക്യാപ് ലെവലിലും സ്മോൾ ക്യാപ് ലെവലിലും SME സെഗ്മെൻറ്റിലുമാണ്. കാര്യം കൂടുതൽ വരുന്ന ഹിറ്റ് വന്നിരിക്കുന്ന സെക്ടേഴ്സ് ഏതൊക്കെ? ജെംസ് ആൻഡ് ജുവലേഴ്സ്, പിന്നെ ടെക്സ്റ്റൈൽ, അപ്പാരൽ എക്സ്പോർട്സ്, ഓട്ടോമൊബൈൽ ആക്സസറീസ്, ലെതർ ഗുഡ്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ട്രേഡ് ഡീൽ കൊണ്ട് പ്രോബ്ലം വന്നേക്കുന്നത്. അതൊന്നും നിഫ്റ്റി ബേസ്ഡ് കമ്പനിയെ ബാധിക്കുന്നില്ല. എന്നാൽ നിഫ്റ്റി ബേസ്ഡ് കമ്പനീസ് ആയിട്ടുള്ള ഈ ബാങ്കിങ് സെക്ടർ സ്റ്റോക്സ് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ആണ്. പിന്നെ റിലയൻസ് ഈ പറഞ്ഞ പോലെ ഒരു ഡൊമസ്റ്റിക് ഓറിയൻറ്റഡ് ആണ്. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ ഒരു വലിയൊരു കമ്പോണൻ്റ് ആണ്. പക്ഷേ ഫാർമയുടെ കാര്യത്തിൽ ജനറിക്സിന് പ്രോബ്ലം ഇല്ല. പേറ്റന്റഡും പിന്നെ ബ്രാൻഡഡും ഉള്ള ഡ്രഗ്സിന് മാത്രമേ US ഇഷ്യൂ ഉള്ളൂ. IT സംബന്ധിച്ചാണെങ്കിൽ ഈ H1B വിസയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരുമാതിരി മേജർ IT കമ്പനീസിൻ്റെ റിസൾട്ട്സ് ഒക്കെ വന്നു അല്ലേ? അവരുടെ മാനേജ്മെൻറ്റ് കമൻട്രിയിലൊന്നും ഈ വിസ ഇഷ്യൂ വലിയ പ്രോബ്ലം ആയിട്ട് വരില്ല. അപ്പോൾ ലാർജ്ലി ഇൻഡെക്സ് ഇൻസുലേറ്റഡ് ആണ് ഈ ട്രേഡ് ടാരിഫിൻ്റെ കാര്യത്തിൽ. IT പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 0.5% മുകളിലുള്ള ഒരു പോസിറ്റിവിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ സ്വാഭാവികമായിട്ടും US റേറ്റ് കട്ടും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അബ്സല്യൂട്ട്ലി. അത് മാത്രമല്ല കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും നല്ല പെർഫോമറും നിഫ്റ്റി IT തന്നെ ആയിരുന്നു എന്നുള്ള. അപ്പോൾ ഈ നിഫ്റ്റിയെ സംബന്ധിച്ച് US ട്രേഡ് ഡീൽ ഒരു പ്രോബ്ലം അല്ലാതെ പോകുമ്പോൾ ഓയിലിനാണ് പ്രോബ്ലം വരുന്നതെങ്കിൽ നിഫ്റ്റിയിൽ തട്ടുവരാനുള്ള സാധ്യതകൾ. സ്വാഭാവികമായിട്ടും റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം റോസ്നെഫ്റ്റുമായിട്ട് ഒരു 10 വർഷത്തെ കരാറാണ് തോന്നുന്നു റിലയൻസ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് അതിലൊക്കെ ഒരു തിരിച്ചടി വരികയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിന് ഒരു പ്രശ്നമാവില്ല. അതെ, 5 കൊല്ലം 10 കൊല്ലമുള്ള ഡീൽ ഇപ്പോൾ ഇന്ത്യൻ PSUവിനെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് സ്പോട്ട് പ്രൈസസിൽ നിന്നാണ് മേടിക്കണമെങ്കിലും റിലയൻസിന് ഒരു ലോങ് ടേം ഡീൽ ഉണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല ഈ ഓയിൽ കയറുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഹിറ്റ് ചെയ്യണത് കമ്പനികളെയും സെക്ടറിനെയും കാട്ടിലും ഇന്ത്യൻ എക്കണോമി. കാര്യം ഇന്ത്യൻ ട്രേഡ് ഡെഫിസിറ്റിന്റെ ബില്ല്, അങ്ങനത്തെ ഓയിൽ ഇമ്പോർട്ട്സിന്റെ വില കൂടും, നമ്മുടെ കയ്യിൽ നിന്നുള്ള ഡോളേഴ്സ് ഉപയോഗിച്ച് നമ്മൾ മേടിക്കണം. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇന്ത്യൻ എക്കണോമിയെ തട്ടും. ഇന്ത്യൻ എക്കണോമിയെ തട്ടുമ്പോൾ അതിനനുസരിച്ച് ഇൻഫ്ലേഷൻ ചിലപ്പോൾ കൂടിയേക്കാം. ഇൻഫ്ലേഷൻ കൂടുകയാണെങ്കിൽ RBI ഇനി റേറ്റ് കട്ട് ചെയ്യില്ല, ടൈറ്റൻ ചെയ്യോ? ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഒരു കൺഫ്യൂഷൻ എന്നുള്ളത്. ബട്ട് ഒരു കാര്യം മാത്രം പറയാം, നമ്മൾ ഓയിലിൻ്റെ സാധ്യതകളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അതായത് ഓയിൽ വരികയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിന് ട്രേഡ് ഡീലിനെക്കാട്ടിലും വലിയ പ്രോബ്ലം ആണെന്ന് പറഞ്ഞു വെച്ചു. നമ്മൾ വെള്ളിയാഴ്ചയും പറഞ്ഞു വെച്ചു, ഇന്നും പറഞ്ഞു വെച്ചെങ്കിലും 2-3 കാര്യങ്ങൾ വളരെ ആശ്വാസകരമായിട്ട് നമ്മളിപ്പോൾ വീക്കെൻഡ് റീഡിങ്ങിലൊക്കെ നോക്കുമ്പോൾ ദർ ഇസ് എന്താ പറയുക ഒരു കമ്പനി കോൾഡ് റോഡിയം ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റിസർച്ച് ഓർഗനൈസേഷനാണ്. ഇപ്പോൾ അവർ പറയണമെന്ന് വെച്ചാൽ അവരുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഡേറ്റ അവർ കൊണ്ടുവന്നു. അതായത് ഈ ചൈനയുടെ ടോട്ടൽ ഇലക്ട്രിക് വെഹിക്കിൾ ഫ്ലീറ്റ് ഉണ്ടല്ലോ, ഈ ടോട്ടൽ ഇലക്ട്രിക് വെഹിക്കിൾ ഫ്ലീറ്റ് ഈസ് ഡിസ്പ്ലേസിങ്
around 1 million barrel of oil demand. 1 million barrel of oil ഡിമാൻഡിനെ റീപ്ലേസ് ചെയ്തേക്കാണ് അവിടെയുള്ള EVയുടെ ആ ഒരു ഇൻവെൻട്രി എന്ന് പറയുന്നത്. അത് പറയുന്നത് വെച്ചാൽ ആ 1 million മാറി 1.76 million ബാരൽ പെർ ഡേ ആവും. കാര്യം അതായത് സിമ്പിൾ ടേംസിൽ പറയണമെന്ന് വെച്ചാൽ ഒരു 10% ചൈനീസിൻ്റെ ഓയിൽ ഡിമാൻഡ് കുറഞ്ഞു എന്നാണ്. കാര്യം ഇലക്ട്രിക് വെഹിക്കിൾസ് വന്ന കാരണം എന്നുള്ളത്. അത് മാത്രമല്ല നമുക്കറിയാം OPEC ആണെങ്കിൽ ഒരു ഓവർ സപ്ലൈ, അതായത് ഒരുപാട് ഓയിൽ മാർക്കറ്റിലേക്ക് ഒഴുക്കുന്നുണ്ട്. അത് മാത്രമല്ല ഒരുപാട് കപ്പാസിറ്റീസും ഉണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റിന് ഓയിൽ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം ഈ വക 2-3 കാരണങ്ങൾ കൊണ്ട് തന്നെ ഓയിൽ ഒരു $70 പെർ ബാരലിൽ പോവില്ല എന്നുള്ളതാണ് ഓയിൽ എക്സ്പേർട്സ് പറയുന്നത്. ബട്ട് എങ്ങനെയാണ് ഇത് തിരിഞ്ഞു വരുന്നത് നമുക്കറിയില്ല. കാര്യം ഇതിലൊരു എക്സ് ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ റഷ്യൻ ക്രൂഡ് ഏറ്റവും കൂടുതൽ ചീപ്പായിട്ടുള്ള റഷ്യൻ ക്രൂഡാണല്ലോ. ഈ റഷ്യൻ ക്രൂഡ് ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് ചൈന, രണ്ടാമത് മേടിക്കുന്നത് ഇന്ത്യ, മൂന്നാമത് ചെറിയൊരു തോതിലാണെങ്കിലും ടർക്കി, ഇങ്ങനത്തെ രീതിയിലാണ് മേടിക്കുന്നത്. അപ്പോൾ ഇവർ റഷ്യൻ ക്രൂഡ് മേടിക്കുന്ന കാരണം ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ഓയിൽ ഡിമാൻഡ് ഇത്തിരി കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസ് വളരെ സ്റ്റേബിളാണ്. ഇനിയിപ്പോൾ റഷ്യയായിട്ടുള്ള ബൈയിങ് ചോക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ചൈന മേടിക്കൽ നിർത്തുമെന്നറിയില്ല, ഇന്ത്യ മേടിക്കൽ നിർത്തും എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമല്ലോ, നമുക്ക് ഓയിൽ വീണ്ടും വേണമല്ലോ. റഷ്യയിൽ നിന്ന് മേടിക്കാതെ വരുമ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് കൺസ്യൂമറായ ഇന്ത്യ ഇനി അറബ് രാജ്യങ്ങളും അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും US-ലേക്കും പോയി മേടിക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഡിമാൻഡ് കൂടുമോ ഗൾഫ് ഓയിലിന് വേണ്ടിയിട്ട്? അങ്ങനെയാണെങ്കിൽ ഓയിലിൻ്റെ പ്രൈസ് കയറുമോ? ഇതൊക്കെയാണ് അതിനകത്ത് ടെൻഷൻ ഉള്ളത്. ഇത് എങ്ങനെ സ്പാൻ ഔട്ട് ചെയ്യുന്നറിയില്ല. ബട്ട് മിക്കവാറും ഇതൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നതാണ് ഓയിൽ എക്സ്പേർട്സ് പറയുന്നത്. നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നോക്കാമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. നിഖിൽ പറഞ്ഞത് കാര്യങ്ങൾ തന്നെയാണ്. അതായത് ASEAN സമ്മിറ്റ്, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിൻ്റെ സമ്മിറ്റിൻ്റെ സൈഡ് ലൈൻസിൽ ഇറ്റ് ഈസ് ബീയിങ് സെഡ് ദാറ്റ് എ ഫ്രെയിം വർക്ക് ഫോർ എ ട്രേഡ് ഡീൽ നടന്നു എന്നല്ല, ട്രേഡ് ഡീലിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിം വർക്കും പ്ലാൻസും ഒക്കെ US-ഉം ചൈനയും സെറ്റാക്കിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ന്യൂസുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപും ഷീ ജിൻപിങ്ങും കാണുന്നതിന് മുമ്പ് തന്നെ അവരുടെ അതായത് നെഗോസിയേഷൻ ടീമുകൾ വന്നിട്ട് സംസാരിക്കാനുള്ള ചർച്ചകൾ ASEAN മുമ്പേ ഉണ്ടാകും എന്നും പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ആക്ച്വലി നിഖിൽ അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ രീതി. അതായത് ഡിപ്ലോമാറ്റ്സ് ഫ്രം 2 countries അവർ മീറ്റ് ചെയ്തിട്ട് എല്ലാം, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഏതാണ്ട് ഡൺ ഡീല് പോലെ ആയിട്ടാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും മിറക്കിൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈഗോ ആക്ട് ചെയ്യണമെങ്കിൽ മാത്രമേ അതിനകത്ത് പ്രോബ്ലം ഉള്ളൂ എന്നുള്ളത്. അതായത് രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നു. ആ രൂപരേഖയുടെ ഫൈനലൈസേഷൻ എന്ന് പറയുന്നത് 2 പ്രസിഡന്റിനും വിട്ടുകൊടുത്തിരിക്കുന്നു. അത് അവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് ആയിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ആദ്യം ചൈനയിലും പിന്നെ US-ലും മീറ്റ് ചെയ്യും എന്ന് പറയുന്നു. അതിൽ ഈ ട്രേഡ് ഡീല് സൈൻ ചെയ്യാനോ സംസാരിക്കാനോ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത് എന്നുള്ളതാണ്. അതുമാത്രമല്ല അത് വരുന്നതോടുകൂടി ഇപ്പൊ പറയുന്ന വെച്ചാൽ അത് വരുന്നതോടുകൂടി എന്നല്ല, ഇപ്പൊ ഏതായാലും ഒരു കാര്യം ക്ലിയർ ആണ്. നവംബർ 1 മുതൽ ചൈനയ്ക്ക് മേൽ US, അതായത് ട്രംപ് ഒരു 100% ടാരിഫ് വെച്ചിട്ട് ദാറ്റ് ഈസ് ഓഫ് ദ ടേബിൾ. ആ ഒരു സംഭവം ഇനി നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയായി എന്നുള്ള. ഇൻ റിട്ടേൺ ചൈന അവരെ റെയർ എർത്ത് ആയിട്ടുള്ള സാധനങ്ങൾക്ക് ഒരു ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻ, ഒരു എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് പറഞ്ഞല്ലോ, അതേതായാലും ഒരു കൊല്ലത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യും എന്നാണ് അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കൻ സോഴ്സസ് പറയണത് എന്നുള്ളതാണ്. അത് മാത്രമല്ല സെപ്റ്റംബറിൽ ചൈന അമേരിക്കയിൽ നിന്ന്, അതായത് അമേരിക്കൻ ഫാർമേഴ്സ് നല്ല രീതിയിൽ സോയ കൾട്ടിവേഷൻ, ആ സോയയുടെ നല്ലൊരു വിഭാഗം ബൈ ചെയ്യുന്നതും ചൈനയാണ്. സെപ്റ്റംബർ മാസം ഇവർ തമ്മിലുള്ള ഇക്വേഷൻസ് വളരെ മോശമായപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചൈന US-ൽ നിന്ന് ഒരു തുള്ളി പോലും മേടിച്ചില്ല എന്നുള്ള, പകരം ബ്രസീലും അർജന്റീനയിൽ നിന്നുമാണ് മേടിച്ചത്. അത് US-നെ സംബന്ധിച്ച് ഒരു പൊളിറ്റിക്കലി ഹോട്ട് പെറ്ററ്റോ ആണ്. കാര്യം ഫാർമേഴ്സ് പറഞ്ഞാൽ ഈ ഏറ്റവും താഴെ കിടക്കുന്ന, അതായത് ട്രംപിൻ്റെ ഒരു വോട്ടർ ബേസ് ആണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപിന് എങ്ങനെയെങ്കിലും അത് സെറ്റിൽ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ ഈ ട്രേഡ് ഡീലിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ചൈന US-ൽ നിന്ന് സോയാബീൻ മേടിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഇത് റെയർ എർത്ത് മിനറൽസിൻ്റെ കാര്യം മാത്രമല്ല, സോയാബീൻ്റെ കാര്യം മാത്രമല്ല, കുറച്ച് കാര്യങ്ങളും കൂടെ നിഖിൽ പറഞ്ഞ പോലെ, അതായത് ഫെൻറ്റാനിൽ എന്ന് പറയുന്നതിൻ്റെ ആ ക്രൈസിസിനെ കുറിച്ച് സംസാരിച്ചു എന്ന് പറയുന്നു. US-ൻ്റെ പോർട്ട് എൻട്രൻസ് ഫീ ചൈനീസ് ബേസ്ഡ് ഷിപ്പുകൾക്കുള്ള അതിൻ്റെ കാര്യത്തിലും സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. ട്രാൻസ്ഫർ ഓഫ് ടിക്ടാക്കിൻ്റെ ഓണർഷിപ്പ് ടു US. അപ്പോൾ ഈ വക കാര്യങ്ങളിലൊക്കെ
ഏതാണ്ട് ഒരു ഫ്രെയിം വർക്ക് ആയി എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് നമുക്ക് തരുന്നതെന്നുള്ള നിഖിൽ പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യാനുള്ള ചാൻസും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു വയ്ക്കുന്നു. സാർ, അതിൽ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തിക്കൊണ്ട് കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു കാഴ്ചയായിരുന്നു. എന്നാൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 1.25% മുകളിലുള്ളൊരു ഇടിവ് ഗോൾഡ് പ്രൈസിൽ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ റേറ്റ് കട്ട് വരാൻ പോകുന്നു. US ചൈന ട്രേഡ് ഡീൽ സംഭവിക്കുന്നത് ഇക്വിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ താരിഫ് സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു പ്രശ്നം ലോകത്തെ വിപണികളെ സംബന്ധിച്ചിടത്തോളം മാറാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് വരാനും വേണ്ടിയിട്ട് പോകുന്നത്. ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിട്രേസ്മെന്റ് ഉണ്ടാവില്ലേ? അല്ല, ശരിക്കും നമ്മളിപ്പോൾ ഓപ്പണിംഗ് ഹവേഴ്സിൽ തന്നെ എനിക്ക് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു, ഗോൾഡ് എന്ന് പറയുന്ന വ്യക്തിക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഇല്ല. ഗോൾഡ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഏർണിങ്സ് ഈൽഡ് ഇല്ല, ക്യാഷ് ഫ്ലോ ഇല്ല. ഗോൾഡിന്റെ പ്രൈസ് നിശ്ചയിക്കുന്നത് വേറെ കുറേ കാര്യങ്ങളാണ്. അതിലൊന്നെന്ന് പറയുന്നത് ഈ കറൻസി, അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റുകൾ, അങ്ങനത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട്, ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഇൻഫ്ലേഷൻ എന്നിങ്ങനെ കാര്യങ്ങളാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഓരോ കാര്യങ്ങളും താഴേക്ക് പോവുകയാണെങ്കിൽ ഗോൾഡിന് എന്തൊക്കെയായിരുന്നു ഇത്രയും നാൾ ഒരു പോസിറ്റീവായിട്ട് ട്രിഗർ ചെയ്ത്, ഇപ്പോൾ ഇൻഫ്ലേഷൻ US താഴെ പോകുന്നു, ഇന്ത്യയിലേക്ക് ഇൻഫ്ലേഷൻ താഴെ പോകുന്നു. ഇന്ത്യയിൽ പിന്നെ നോക്കുകയാണെങ്കിൽ കറൻസിയുടെ കാര്യത്തിൽ ഒരു സ്റ്റെബിലിറ്റി വന്നു തുടങ്ങി. ട്രേഡ് ഡീൽ വരുന്നതോടുകൂടി വാറിൻ്റെ ആ സിറ്റുവേഷൻസ് അവസാനിക്കുന്നു, ട്രേഡ് ഡീലിൻ്റെ ടെൻഷൻസ് അവസാനിക്കുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗോൾഡിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് ഗോൾഡിൻ്റെ റൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരാവുന്ന ചാൻസുകളാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ചെറിയൊരു കറക്ഷൻ ഗോൾഡിൽ വന്നു. ഈ കറക്ഷൻ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ബൈ ചെയ്യുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട് പീപ്പിളും ഉണ്ട് എന്നുള്ളത്, അതായത് ബൈ ഓൺ എവറി ഡിപ്സ് എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ടെന്നുള്ള. ഇതെങ്ങനെ സ്പൈൻ ഔട്ട് ചെയ്യുന്നുള്ളത് നമുക്കറിയില്ല. കാര്യം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇക്വിറ്റി മാർക്കറ്റ്സ് ആണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്നുള്ള. പിന്നെ ഈ നമ്മൾ US ചൈനയും പറയുന്നതോട് കൂടി തന്നെ ഏതാണ്ട് ഈ വീക്കെൻഡ് സ്ട്രിങ് ഓഫ് ഡീൽസ്, അതായത് ഭയങ്കര സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ആയിട്ട് US സ്ട്രിങ് ഓഫ് ഡീൽസ് കൊണ്ടുവന്നേക്കുന്നു എന്നാണ്. അതായത് ഇപ്പം നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് തായ്ലൻഡ്, കംബോഡിയ, വിയറ്റ്നാം, മലേഷ്യ ഇവരൊക്കെ ആയിട്ട് തന്നെ ഏതാണ്ട് ട്രേഡ് ഡീൽസ് ഒക്കെ സൈൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇതോടുകൂടി അമേരിക്കൻ ഫാം പ്രോഡക്ട്സിന് ഈ വക രാജ്യങ്ങളിലേക്ക് നല്ലൊരു എൻട്രി കിട്ടും. അതുമാത്രമല്ല ഇൻ റിട്ടേൺ അമേരിക്കയ്ക്ക് ഈ വക രാജ്യങ്ങളിൽ നിന്നുള്ള ക്രിട്ടിക്കൽ മിനറൽസും കിട്ടും എന്നൊക്കെയാണ് പറയുന്നതെന്നുള്ള. അപ്പോൾ ഇതൊക്കെ മലേഷ്യൻ ട്രിപ്പിൽ ഏതാണ്ട് ട്രംപ് ഒപ്പിച്ചെടുത്ത കാര്യങ്ങളാണെന്നുള്ള. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നമുക്കൊന്ന് വന്ന് നമുക്ക് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വീക്കെൻഡ് കിട്ടിയ ഒരു നല്ലൊരു ന്യൂസ് പറഞ്ഞാൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMFന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം അവരുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് ആണ്, GDPയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് അവർ പറയുന്നത് 6.6% ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ടാരിഫിൻ്റെ ഇഷ്യൂ മറികടന്നായിരിക്കും ഇന്ത്യ ഗ്രോ ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിലേക്കാണ്, വിച്ച് ഈസ് എ വെൽക്കം ന്യൂസ് ആൻഡ് ഹാപ്പി ന്യൂസ് ഫോർ ഇന്ത്യൻ എക്കണോമി ആൻഡ് ഇന്ത്യൻ എക്വിറ്റി മാർക്കറ്റ് എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ട്രംപ് വീണ്ടും പറയുന്നുണ്ട് ഇന്ത്യ കമ്മിറ്റ് ചെയ്തു റഷ്യയിൽ നിന്ന് ഇനി ഓയിൽ മേടിക്കില്ല എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു എന്നുള്ളതൊക്കെയാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. നാഷണൽ ഇൻട്രസ്റ്റ് മുൻനിർത്തിയിട്ട് തീരുമാനിക്കുമെന്നാണ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു എക്സാക്ട്ലി നിഖിൽ പറഞ്ഞു വളരെ കറക്റ്റാണ്. അതായത് ഈ പീയൂഷ് ഗോയൽ ഉണ്ടല്ലോ, ഈ പീയൂഷ് ഗോയൽ നമ്മുടെ ട്രേഡ് ആൻഡ് കോമേഴ്സ് മിനിസ്റ്ററാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു ബെർലിൻ ഗ്ലോബൽ ഡയലോഗ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി എന്നുള്ള. അതായത് ഒരു 4 പേര് ഒരു റൗണ്ട് ടേബിളിൽ ഇരുന്ന് സംസാരിക്കുന്നു. കൂടെ ശരിക്കും പറഞ്ഞാൽ UK ട്രേഡ് മിനിസ്റ്റർ ഉണ്ട്. ഇതിലൊക്കെ വെച്ചിട്ട് നമ്മുടെ പീയൂഷ് ഗോയൽ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ഒരിക്കലും ഒരു പ്രഷറിൽ ഞങ്ങളൊരു ട്രേഡ് ഡീൽ സൈൻ ചെയ്യാറില്ല എന്നുള്ളതാണ്. അതായത് ഇന്ത്യ വിൽ നോട്ട് സൈൻ എ ട്രേഡ് ഡീൽ ഇൻ എ ഹറി എന്നുള്ള. ആരും ഞങ്ങളുടെ തലയിൽ തോക്ക് ചൂണ്ടി ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ട്രേഡ് ഡീൽ നടത്താനായിട്ട് നോക്കണ്ട. ഞങ്ങൾ ഏത് രാജ്യങ്ങളൊക്കെ ആയിട്ട് ബന്ധം വേണമെന്ന് നിശ്ചയിക്കുന്നത് മറ്റുള്ള രാജ്യങ്ങളല്ല, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി നീഡ്സും രാഷ്ട്രത്തിൻ്റെ നന്മയും നോക്കി ജനങ്ങളുടെ ആവശ്യങ്ങളും നോക്കി മാത്രമേ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുള്ളൂ. അത് ഞങ്ങളെ ആരും പഠിപ്പിച്ചു തരണ്ട എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്നുള്ളത്. പിന്നെ അതിന് രസകരമായിട്ട് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള കാര്യം, അതായത് ഈ ബെർലിൻ ഗ്ലോബൽ ഡയലോഗ് ജർമ്മനിയിൽ നടന്നതിൽ ഒരു കാര്യം പീയൂഷ് ഗോയൽ പറയുന്നുണ്ട്. എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ യൂട്യൂബിലെ വീഡിയോ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കാണുന്നില്ല. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഞാൻ ഒന്നും അറിയാത്ത പോലെ പീയൂഷ് ഗോയൽ പറയുകയാണ്. ഇത്രയും പേരുടെ ഇടയിൽ തൊട്ടടുത്ത് UK ട്രേഡ് മിനിസ്റ്റർ ഉണ്ട്. അപ്പോൾ പീയൂഷ് ഗോയൽ പറയുന്നത്, ഞാൻ ഇന്ന് രാവിലെ തന്നെ പേപ്പർ എടുത്ത് വെച്ച് വായിക്കുകയാണെങ്കിൽ ജർമ്മനി US ആയിട്ട് ഒരു റിലീഫ് ചോദിച്ചിട്ടുണ്ട്, എക്സംഷൻ. അതായത് ഞങ്ങൾക്ക് കുറച്ച് റഷ്യൻ ഓയിൽ ഞങ്ങൾ മേടിച്ചോട്ടെ, ആ എക്സംഷൻ സീക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം കൂടെ ഞാൻ പേപ്പറിൽ വായിച്ചല്ലോ. ഒന്ന് പീയൂഷ് ഗോയൽ ഒന്നും അറിയാത്ത പോലെ തൊട്ടോ ഒന്ന് ചോദിക്കുന്നുണ്ട്. അതുകൂടാതെ എന്നിട്ട് UK ട്രേഡ് മിനിസ്റ്ററെ ചൂണ്ടിക്കാണിച്ചിട്ട് UK ഒരു എക്സംഷൻ സീക്ക് ചെയ്തു എന്ന് മാത്രമല്ല അത് US അനുവദിച്ചു എന്നാണ് പത്രം കൂടെ എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്രിസ് ബ്രയന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ UK ട്രേഡ് മിനിസ്റ്റർ. അപ്പോൾ അദ്ദേഹം പറയുന്നത് അത്
ഇടയ്ക്ക് കയറി ഇന്ററപ്റ്റ് ചെയ്തിട്ട് പറയുന്നത് അത് നമ്മുടെ ഈ റോസ് നെഫ്റ്റ് എന്ന് പറയുന്ന റഷ്യൻ ഓയിൽ മേജർ കമ്പനിയുടെ ഒരു സബ്സിഡറിയെ കുറിച്ചാണ്, അതിന് വേണ്ടിയിട്ടാണ് എക്സംഷൻ ചോദിച്ചതെന്ന് വെച്ചാൽ പീയൂഷ് ഗോയൽ പറയുന്നത് ആ സബ്സിഡറി ഞങ്ങൾക്ക് ഇന്ത്യയിലുണ്ട്. റോസ് നെഫ്റ്റിന്റെ ശരിക്കും പറഞ്ഞ ഒരു സബ്സിഡറി ആണല്ലോ നമ്മുടെ നയാര എനർജി എന്ന് പറയുന്നത്. നയാര എനർജിക്ക് ഒരുപാട് പെട്രോൾ പമ്പൊക്കെ ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ എറണാകുളത്തും കോട്ടയത്തും കോഴിക്കോടും ഒക്കെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ പെട്രോൾ പമ്പ് നിങ്ങൾ കണ്ടു കാണും. നയാര എനർജി അത് റഷ്യൻ കമ്പനിയായ റോസ് നെഫ്റ്റിന്റെ സബ്സിഡറി കമ്പനിയാണ്, ഇന്ത്യൻ സബ്സിഡറി. അപ്പോൾ പീയൂഷ് ഗോയൽ പറയുന്നത് ഞങ്ങളുടെ നാട്ടിലും ഉണ്ട്, ഇന്ത്യയിലും ഉണ്ട് റോസ് നെഫ്റ്റിന്റെ സബ്സിഡറി, എന്നിട്ടും ഞങ്ങളെ മാത്രം വൈ സിംഗിൾ ഔട്ട് ഇന്ത്യ എന്നല്ല. അതായത് ജർമ്മനി എക്സംഷൻ ചോദിച്ചു, UK എക്സംഷൻ ചോദിച്ചു, US കൊടുത്തു, എന്തിനാണ് ഞങ്ങൾക്ക് മേൽ തരുന്നത് എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹം ചോദിച്ചത്. എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ പറയാം, പീയൂഷ് ഗോയൽ ഇത്ര ഓപ്പണായിട്ട് പറയുകയും ഒരു സൈഡിൽ കൂടി ട്രംപ് പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇനി ഇന്ത്യ ഓയിലേ മേടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു എന്നൊക്കെ പറയുന്നത്, ആ ടോണും ടെന്യൂറും കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഏതാണ്ട് ട്രേഡ് ഡീൽ ഓൾമോസ്റ്റ് ഡൺ ആണ്. ഏതായാലും ഈ ചൈനയായിട്ട് ട്രേഡ് ഡീൽ സൈൻ ചെയ്തതിന് ശേഷമേ ആ ഇൻഫർമേഷൻ പുറത്തോട്ട് വരുള്ളൂ. കാര്യം ഈ രണ്ടുപേരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വന്ന് ഡിസ്കഷൻ എന്തായി, തുടക്കത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഈ ഓയിലിന്റെ കാര്യം പിന്നെയാണ് വന്നത്. അതായത് രണ്ടാമത്തെ 25% വെച്ച് 50 ആക്കിയപ്പോഴാണ് റഷ്യൻ ഓയിലിന്റെ കേസ് വന്നത്. ആദ്യം തന്നെ ട്രേഡ് ഡീലിൽ നമ്മൾ സംസാരിച്ച കാര്യം എന്താ, അമേരിക്കയിൽ നിന്നുള്ള ഫാം ആൻഡ് അഗ്രി ഇമ്പോർട്ടുകൾ അല്ലെ, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്, സോയാബീൻ, ഈ വക കാര്യങ്ങൾ, കോൺ, ഇതിന്റെ കാര്യങ്ങൾ, ഡയറി പ്രോഡക്ട്സ്, ഇതൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ അതൊന്നുമില്ല. അതൊക്കെ മാറിയിട്ട് നമ്മളിപ്പോൾ ഏതാണ്ട് സംസാരിക്കുന്ന ഓയിലിൻ്റെ കേസിൽ തന്നെയാണ്. ഇന്ത്യ ആണെങ്കിൽ ഒരു ക്ലിക്ക് ബെയ്റ്റ്, ഒരു ചൂണ്ടയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഞങ്ങൾ റഷ്യയിൽ നിന്ന് കുറച്ച് US നിന്ന് കൂടുതൽ മേടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും കൂടെ ട്രംപിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ന്യൂക്ലിയർ പവർ, സിവിലിയൻ ന്യൂക്ലിയർ പവറിന് വേണ്ടിയിട്ട് അമേരിക്കയായിട്ടുള്ള കോഓപ്പറേഷൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് രണ്ടുപേരും കൂടെ ഒരു മസിൽ ഫ്ലെക്സ് ചെയ്ത് അവരുടേതായ ക്രെഡിബിലിറ്റി ഒന്ന് ഓണർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഈ ചൈനയുടെ ഡീൽ കഴിഞ്ഞാൽ മിക്കവാറും പിന്നെ എന്ത് പറഞ്ഞിട്ട് നമ്മൾ ഡീൽ ചെയ്യാതിരിക്കും? അല്ല, സ്വാഭാവികമായിട്ട് ഇത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഇതുപോലുള്ള ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട്, അതായത് റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങില്ല എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് സമ്മതിക്കണം ഞങ്ങളായിട്ടുള്ള ഡീലിൽ എന്നുള്ളൊരു സ്ട്രാറ്റജി കൂടിയാണോ? അല്ല, അല്ലെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യ അതിന് തയ്യാറായിരുന്നു. ആദ്യമേ നമ്മൾ ഈ ട്രേഡ് ഡീലിന് ടോക്ക് തൊട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ എങ്ങനെയാണോ ട്രേഡ് ഡെഫിസിറ്റ് US ആയിട്ട് കുറയ്ക്കാൻ പറ്റുന്നത്, അത് നമ്മൾ റഷ്യയിൽ നിന്ന് മേടിക്കുന്നത് കുറച്ചിട്ട് US നിന്ന് കൂടുതൽ എനർജി മേടിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഒരു കോസ്റ്റിന് ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ, ഈ ട്രേഡ് ഡെഫിസിറ്റ് ഒക്കെ മാറ്റാം. പക്ഷെ അതിൻ്റെ ഇടയിൽ പറഞ്ഞത് ട്രേഡ് ടോക്ക് നിന്നുപോയത് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിലും ഡയറി പ്രോഡക്ട്സിലും ആഗ്രി പ്രോഡക്ട്സിലും ആണെന്നാണ്. ഇപ്പൊ അത് ഇക്വേഷനിൽ നിന്ന് മാറി എന്നുള്ള. ഇപ്പൊ ഇനിയിപ്പോ ചൈനയായിട്ട് ട്രേഡ് ഡീൽ സൈൻ ചെയ്യണമെങ്കിൽ പിന്നെ ഇന്ത്യയായിട്ട് ട്രേഡ് ഡീൽ സൈൻ ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട്? ഒരു കാര്യം ഉറപ്പാണ്, കാര്യം ചൈനയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടർ റഷ്യൻ ക്രൂഡിന്റെ അല്ലെ. അവരെ ആയിട്ട് ട്രേഡ് ഡീൽ സൈൻ ചെയ്യണമെങ്കിൽ ഇന്ത്യയുടെ 25%, അതായത് ഓയിൽ കാരണം, റഷ്യൻ ഓയിൽ കാരണം വച്ചിരിക്കുന്ന 25% പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ എന്ത് ന്യായം പറഞ്ഞ് ഇന്ത്യയുടെ മുകളിൽ വെക്കും? ചൈനയ്ക്ക് റിലാക്സേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, UK റിലാക്സേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ജർമ്മനിക്ക് റിലാക്സേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയുടെ പേരിൽ ഏത് വയ്ക്കും? കാര്യം മേജർ എക്കണോമിയിൽ ഇനി ശരിക്കും പറഞ്ഞാൽ വലിയ രാജ്യങ്ങളൊന്നും ഇല്ല ഇനി ട്രേഡ് ഡീൽ സൈൻ ചെയ്യാനായിട്ട്. ഇന്ത്യയുണ്ട്, ബ്രസീലുണ്ട്, സിറിയുണ്ട്, മ്യാൻമാർ ഉണ്ട്, ലാവോസ് ഉണ്ട്, തായ്വാൻ, ഇതൊക്കെയാണ് ഉള്ള കമ്പനി. ബ്രസീലായിട്ട് എനിക്ക് തോന്നുന്നു മലേഷ്യയിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു US പ്രസിഡന്റായിട്ട് സംസാരിച്ച് അവർ ഇമ്മീഡിയറ്റ്ലി ഒരു ട്രേഡ് ഡീലിന് പോകാനുള്ള സാധ്യതകളൊക്കെ ഭയങ്കര ഇൻക്രീസിങ് ആയി എന്നുള്ള രീതിയിൽ. അപ്പോൾ ബ്രസീലും കൂടെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ മാത്രമേ മേജർ എക്കണോമി ആയിട്ട് പുറത്തുള്ളൂ. അപ്പോൾ അത് മിക്കവാറും നടന്നു തന്നെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ അത് സിംഗിൾ ഔട്ടായിട്ട് പോകും എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ശരിക്കും ട്രേഡ് ഡീലിനെ സംബന്ധിച്ച കാര്യം. ഞാൻ ചെറിയൊരു ഇൻഫർമേഷൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീക്കെൻഡായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ വായിക്കുമ്പോൾ പല കാര്യങ്ങൾ കിട്ടിയെന്ന് വെച്ചാൽ, ഇതിനകത്ത് ശരിക്കും നമ്മുടെ ഈ ലാസ്റ്റ് വീക്ക് നടന്ന ഒരു സംഭവമാണ്. അത് ശരിക്കും എനിക്ക് പ്രേക്ഷകരെ അറിയിക്കണമെന്ന കാര്യമുണ്ട്. അതായത് ഈ ഗുജറാത്ത് എന്ന് പറയുന്ന സ്ഥലമില്ലേ നമ്മുടെ രാജ്യത്ത്, ഈ ബിസിനസ്സുകാരുടെയും ട്രേഡർമാരുടെയും സ്ഥലമാണ്. അതായത് അവിടെ പറയുന്നത് ഡീൽ നെവർ സ്ലീപ്സ്. ഗുജറാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഡീലുകൾ ഒരിക്കലും ഉറങ്ങുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാര്യം അവിടെ ഈ കമ്മ്യൂണിറ്റി ബൈയിങ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവർ എല്ലാവരും കൂടെ ചേർന്ന് ഒരു സാധനം മേടിക്കുമ്പോൾ അതിന് ഭയങ്കരമായിട്ട് ഡിസ്കൗണ്ട് ചോദിക്കുന്ന ഒരു പരിപാടി ഉണ്ടെന്ന്. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് വെച്ചാൽ ജിറ്റോ, JITO എന്ന് പറഞ്ഞാൽ ജെയിൻ ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ. ഈ ജെയിൻ ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷനിൽ അക്രോസ് ഇന്ത്യ 65,000 മെമ്പേഴ്സ് ഉണ്ട്. ഈ 65,000 മെമ്പേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഡെഡിക്കേറ്റഡ് വെർട്ടിക്കൽ ഉണ്ടാക്കി. എന്നിട്ട് ആ വെർട്ടിക്കൽ എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ചേർന്ന് ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടും, അതാണ് അതിനകത്തുള്ള കാര്യം. അവരെന്ത് ചെയ്തു, ഹൈ എൻഡ് കാർസ് ഉണ്ടല്ലോ, മെഴ്സിഡീസ് ബെൻസ്, ഓഡി, BMW, ഈ കമ്പനികളുടെ നിന്നെല്ലാം 186 കോടിക്ക് ഇവരെല്ലാവരും കൂടെ ചേർന്ന് കാർ മേടിച്ചു. അതായത് ആവശ്യക്കാർ, അതായത് ഈ ജെയിൻ കമ്മ്യൂണിറ്റിയിലെ
65,000 പേരുള്ളതിൽ ഈ കാർ മേടിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും കൂടെ ഒന്നിച്ച് വന്ന് പൂൾ ചെയ്ത് 186 കോടി ഈ ഹൈ എൻഡ് കാർസ് മേടിച്ചു. ഏതാണ്ട് പറയപ്പെടുന്നത് 21 കോടിയുടെ ഡിസ്കൗണ്ട് കിട്ടിയത്. അങ്ങനത്തെ രീതിയിലാണ് അതിന്റെ രസകരമായിട്ടുള്ള കാര്യം. അതുമാത്രമല്ല, ഗുജറാത്തിൽ ഈ ബാർവാഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ വേറെ കമ്മ്യൂണിറ്റി, ഈ കൂടുതലും ഈ കാറ്റിൽ ഹേർഡേഴ്സ് ആണ്. ഈ കന്നുകാലികളെയൊക്കെ മേടിച്ച് നടക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും കന്നുകാലികളാണെന്നല്ല, കന്നുകാലികൾ മേയ്ക്കുന്നവരാണെന്നല്ല ഞാൻ പറഞ്ഞത്. ആ ഒരു കമ്മ്യൂണിറ്റി അവർ ശരിക്കും പറഞ്ഞാൽ ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് ഒരു ക്യാമ്പയിൻ ഉണ്ട്. അതിലെല്ലാവരും കൂടെ ചേർന്നേ, അതായത് പൂൾ ചെയ്തിട്ട് 121 JCB ആണ് അവർ മേടിച്ചത്. 121 JCB എന്ന് എനിക്കൊന്ന് 3.3 ലക്ഷം ഒരു JCBയിൽ കുറവ് വന്ന് ഏതാണ്ട് 4 കോടിയോളം അവർ സേവ് ചെയ്തു എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഈ ബാർവാഡ് കമ്മ്യൂണിറ്റിയുടെ കേസ് എന്ന് വെച്ചാൽ ഈ ക്രെഡിറ്റ് ഹിസ്റ്ററിയും ക്രെഡിറ്റ് പ്രൊഫൈലും ഒക്കെ മോശമായിട്ടുള്ളവർക്ക് പോലും 0% ഡൗൺ പേയ്മെന്റിൽ ഈ JCBs കിട്ടി എന്നുള്ള, വെറും പാൻ്റെയും ക്രെഡിറ്റ് കാർഡിന്റെയും വാലിഡേഷൻ അല്ലെങ്കിൽ ഓതന്റിക്കേഷനിൽ മാത്രം. മനസ്സിലായി കാര്യം എന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിറ്റി തന്നെയാണ് ഇതിന് ഗ്യാരണ്ടർ. കമ്മ്യൂണിറ്റി പറയാണ് ഇതിൽ ആരെങ്കിലും ഒരാൾ ഡിഫോൾട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ലോൺ റീപേ ചെയ്തോളാം. അപ്പോൾ ബാങ്കുകളൊക്കെ ഇത്രയും വലിയൊരു ബിസിനസ് കിട്ടിയതല്ലേ, തീർച്ചയായിട്ടും ലോൺ കൊടുത്ത് ഇതൊക്കെ മേടിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളൊരു കാര്യം. പിന്നെ ഒരു ജസ്റ്റ് ഒരു സ്മോൾ ഇൻഫർമേഷനും കൂടെ, അതായത് നമ്മുടെ ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 70,000 crores ഒരു ഡീലാണ് ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിൽ NBFCയിൽ നടന്നിരിക്കുന്നത് എന്നുള്ള. അപ്പം അതിനകത്ത് നോക്കുകയാണെങ്കിൽ UAEയുടെ സെക്കൻഡ് ലാർജസ്റ്റ് ബാങ്ക് ആയിട്ടുള്ള എമിറേറ്റ്സ് NBD $3 billion ഏതാ RBL ബാങ്കിൽ 60% സ്റ്റേക്ക്. യെസ് ബാങ്കിലാണെങ്കിലോ സുമിടോമോ ഡീല്, മിറ്റ്സൂയി ബാങ്കിങ് മിറ്റ്സൂയി ബാങ്കിങ് കോർപ്പറേഷൻ 24.2% സ്റ്റേക്ക്, 15,000 കോടിക്കാണ് മേടിച്ചേക്കുന്നത് യെസ് ബാങ്ക്. സമ്മാൻ ക്യാപിറ്റൽ അബുദാബി ബേസ്ഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഹോൾഡിംഗ് കമ്പനി 8,850 കോടിക്ക് 43.46% സ്റ്റേക്ക് എടുത്തിരിക്കുന്നു. IDFC ഫസ്റ്റ് ബാങ്കിൽ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയും വാർബഗ് പിൻകസും കൂടെ ചേർന്ന് 7,500 കോടി ഇൻവെസ്റ്റ് ചെയ്തത്. അതായത് വാർബഗിന് എനിക്ക് തോന്നുന്നു 9.84%, ഈ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിക്ക് 5.1%, പിന്നെ ശ്രീറാം ഹൗസിംഗ് ഫിനാൻസിലും എഗെയിൻ വാർബഗ് പിൻകസ് 3,929 crore 84% സ്റ്റേക്ക്. അതായത് ഇറ്റ് ഈസ് റെയിനിങ് ഡീൽസ് ഇൻ ദ ബാങ്കിങ് സ്പേസ്. ഫെഡറൽ ബാങ്കിൽ ന്യൂസ് അതാണ്. ഫെഡറൽ ബാങ്കിലാണ് ഇപ്പൊ അടുത്ത കാലത്ത് വന്ന ഒരു ന്യൂസ്. അപ്പൊ ബാങ്കിങ്ങിൽ ഡീൽസ് നിൽക്കുന്നില്ല. 10,75,000 കോടിയുടെ ഡീല് 80,000 കോടിയുടെ ഡീല് നടന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു രസകരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്താ വെച്ചാൽ, ഏതാണ്ട് ഈ 2025 ഇതുവരെ MFലേക്ക് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഫ്ലോ ചെയ്ത റീറ്റെയിലേഴ്സിന്റെ മണിയും കോർപ്പറേറ്റ്സിന്റെ ഒക്കെ ആണല്ലോ ശരിക്കും പറഞ്ഞാൽ MFലേക്ക് വന്ന് 2,65,500 കോടി രൂപ വന്നു. അതിന്റെ 50% മ്യൂച്വൽ ഫണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് 19 സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അതായത് കോൺസെൻട്രേറ്റ് ചെയ്താണ് ബൈ ചെയ്തേക്കുന്നുള്ള. ഇപ്പം ആ കമ്പനി നോക്കുകയാണെങ്കിൽ HDFC ബാങ്ക്, വിശാൽ മെഗാമാർട്ട്, റിലയൻസ് ഇൻഡസ്ട്രീസ്, HDB ഫിനാൻഷ്യൽസ്, ഡിക്സൺ ടെക്നോളജി, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, സീമെൻസ് എനർജി, SBI, TCS, ബജാജ് ഫിൻസർവ്, കെയ്ൻസ് ടെക്നോളജി, വരുൺ ബിവറേജസ്, ടാറ്റ സ്റ്റീൽ, ഹെക്സാവെയർ, ഈ 19 കമ്പനിയിലാണ് ഏതാണ്ട് 50% ഇൻവെസ്റ്റ് ചെയ്യും. ആ 50%-ൽ 25% വെറും എനിക്ക് തോന്നുന്നു 6 സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അതായത് ഈ മ്യൂച്വൽ ഫണ്ടിൽ വരുന്ന കാശ് കോൺസെൻട്രേറ്റ് ചെയ്താണ് മേടിച്ചിരിക്കുന്നത്, മറ്റുള്ള കമ്പനികളിലേക്ക് വളരെ കുറവാണ് മേടിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പം നമ്മൾ S&P 500 US നോക്കുകയാണെങ്കിൽ ഈ മാക്സ് 7 സ്റ്റോക്സ് പ്ലസ് അതിൻ്റെ കൂടെ ബ്രോഡ്കോമും പാലാൻഡിർ ടെക്നോളജീസും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ S&P 500-ലെ 500 സ്റ്റോക്കിൽ 491 സ്റ്റോക്കുമാണ് ശരിക്കും പറഞ്ഞാൽ S&P 500-ൽ 25% തൊട്ട് 30% റിട്ടേൺ തന്നു. ബാക്കി വന്ന 491 സ്റ്റോക്ക് S&P 500-ൽ അവരെല്ലാം കൂടെ കളക്റ്റീവ്ലി തന്നത് 3% മാത്രമേ ഉള്ളൂ. അതായത് ഗ്ലോബൽ മാർക്കറ്റ്സ്, ഇക്വിറ്റി മാർക്കറ്റ്സ് ഒരു കോൺസെൻട്രേഷനിലേക്ക് പോകുന്നു. ഇന്ത്യൻ മാർക്കറ്റിലെ ബൈയിങ്ങും അങ്ങനെ പോകുന്നു, എന്നാൽ പെർഫോമൻസ് അതേപോലെ വരുന്നില്ല. അതുകൊണ്ടാണ് ഈ നിഫ്റ്റി തിരിച്ച് ഭയങ്കരമായിട്ട് കയറിയിട്ടും ബ്രോഡർ മാർക്കറ്റായ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും അധികം കയറാത്തതെന്നുള്ള. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടൂടെ ഈ വീക്കെൻഡ് വന്നത് ഒന്ന് ഞാൻ പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു കോൺസെൻട്രേഷൻ വരുന്നു, അതായത് സെലക്റ്റീവായിട്ട് സ്റ്റോക്ക് പിക്ക് ചെയ്യുന്നതിലേക്ക് മ്യൂച്വൽ ഫണ്ട് മാറിയിരിക്കുന്നു എന്നുള്ളത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് അല്ലേ? അല്ല, തീർച്ചയായിട്ടും എന്തൊരു തരം ബൈയിങ്ങും, അതായത് ഈ ബൈയിങ്ങിന് ഇക്വലൻ്റ് ആയിട്ട് സെല്ലിങ് വരുന്നു എന്നുള്ളതാണ്. അതായത് ഇത്രയും ബൈ ചെയ്യണമെങ്കിൽ വേറെ ആരും അത് സെല്ല് ചെയ്തിട്ട് പോകുന്നു, അത് കൂടുതലും FIIs ആവാനുള്ള സാധ്യതകളാണെന്നുള്ളത്. ഇതിപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് മാനേജറിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്നറിയോ,
ഈ മ്യൂച്വൽ ഫണ്ട് മാനേജ് ഇപ്പോൾ ഞാൻ ഫണ്ട് മാനേജ്മെന്റ് ഉണ്ടായിരുന്നു അല്ലേ, ഇപ്പോൾ ഞാൻ ഫണ്ട് മാനേജ്മെന്റ് ഞാനൊരു സെബി രജിസ്റ്റേർഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസ് കമ്പനിയുടെ ഫണ്ട് മാനേജർ ആയിരുന്നു, ഡയറക്ടർ ആയിരുന്നു. നമ്മളെ സംബന്ധിച്ച് ഈ ചില സമയത്ത് ക്യാഷ് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, നമുക്ക് എവിടെയെങ്കിലും മേടിച്ചേ പറ്റുള്ളൂ എന്നുള്ള. അതായത് കുറേ നേരം ക്യാഷ് വെച്ചുകൊണ്ടിരിക്കുകയും മാർക്കറ്റ് കയറിപ്പോവുകയും ചെയ്താൽ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ അടുത്ത് ചോദിക്കും നിങ്ങൾ എന്തിനാ ക്യാഷ് വെച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിക്കും. അതായത് ആ പെർഫോമൻസിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. അതുമാത്രമല്ല ഇവർക്ക് എല്ലാ മന്തും നല്ലൊരു എമൗണ്ട് ആണ് മ്യൂച്വൽ ഫണ്ട്സിന് വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. ഈ പൈസ ഡിപ്ലോയ് ചെയ്ത് തന്നെ പോകണം എന്നല്ല. അങ്ങനെയാണെങ്കിൽ എവിടെ മേടിക്കും? കൂടുതൽ നിഫ്റ്റിയിൽ ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മേടിക്കും, അതിൽ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കുകൾ മേടിക്കും, അവിടെ ഏറ്റവും കൂടുതൽ വാല്യുവേഷൻ കംഫർട്ട് ഉള്ള സ്റ്റോക്കുകളിലേക്ക് മേടിക്കും എന്നുള്ളത് സർവ്വസാധാരണം തന്നെയാണെന്നല്ല. ഇപ്പോൾ റിലയൻസിലേക്ക് നല്ലൊരു ബൈയിങ് മ്യൂച്വൽ ഫണ്ട് ചെയ്തതിൽ അല്ലെങ്കിൽ SBIയിൽ മേടിച്ചതിൽ എനിക്ക് വലിയ ആ ഒരു ആക്ഷേപമൊന്നുമില്ല. ബട്ട് ഇറ്റേണലിൽ കെയ്ൻസ് ടെക്നോളജിയിൽ സ്വിഗ്ഗിയിലൊക്കെ മേടിക്കുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ ഇത്രയും ഒരു വാല്യുവേഷൻ ഹയർ വാല്യുവേഷന് കിടക്കുന്ന സ്റ്റോക്സിലേക്ക് വീണ്ടും പമ്പിൻ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന ആ സ്റ്റോക്ക് പൊങ്ങി നിൽക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. ഇതിന് രണ്ട് വശത്ത് നോക്കാം, ഞാനിതിനെതിരെ പറയുകയില്ല. ഇത് ഏത് ആംഗിളിൽ കൂടെ കാണണം എന്നുള്ളത് വൺസ് ചോയ്സ് ആണ്, ഒരാളുടെ ചോയ്സ് ആണ്. അയാളുടെ റിസ്ക് റിട്ടേൺ പ്രൊഫൈലും അയാൾ മാർക്കറ്റിൽ ഓരോ സ്റ്റോക്കിനെ കാണുന്നതും അനുസരിച്ച് ആയിട്ടിരിക്കുന്നത്. ചിലരുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അത് നെഗറ്റീവായിട്ട് കാണാം, ചിലവരുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ പോസിറ്റീവായിട്ട് കാണാം എന്നുള്ളതാണ്. ബട്ട് ഈ ഒരു കാര്യം മാത്രം, ഇത്രയും ബയ്യുന്നതിൻ്റെ അർത്ഥം അത്രയും മാത്രം സെല്ലർ ഉണ്ടായിരുന്നു, അത്രയും സെല്ലർ ഉണ്ടായിരുന്നതിൻ്റെ അർത്ഥം അത്രയും മാത്രം ബയർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് വന്നു എന്നുള്ള. നമ്മൾ സപ്പോർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 25,700 25,600 ഒക്കെയാണ് ഡൗൺ സൈഡിലേക്ക് സപ്പോർട്ടുള്ളത്. പക്ഷേ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം 26,100 എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ലെവല് ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി പോവുകയാണെങ്കിൽ ഈ ആഴ്ച ഇന്നോ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഈ ആഴ്ചയോ എന്തെങ്കിലും ന്യൂസ് ബാക്ക്ഡോ അല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് പിന്നെ വേറൊരു ട്രാജക്ടറിയിൽ തന്നെ ആയി പോകും എന്നുള്ള. ബുൾസ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ആ മൊമെൻറ്റം ക്യാരി ചെയ്ത് പോകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെന്നുള്ളത്. ഒന്ന് മാർക്കറ്റിൽ നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ ട്രേഡ് ഡീലിൻ്റെ കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഏതാണ്ട് മെറ്റൽ ഇൻഡെക്സിനെ ഒന്ന് വാച്ച് ചെയ്തോളണം ഒന്ന് പറയപ്പെടുന്നു. കാര്യം വെച്ചാൽ അത് മാത്രമല്ല, ഈ മെറ്റൽ സ്റ്റോക്സിൻ്റെ ഏർണിങ്സും ഗൈഡൻസും ഒക്കെ വളരെ നന്നായിരുന്നു എന്നുള്ള. പിന്നെ ഒരു കാര്യം, മാർക്കറ്റിൽ നല്ല ഒരു സെറ്റപ്പ് കാണുന്നത്, ഇതൊരു അഡ്വൈസോ സോളിസിറ്റേഷനോ ഒന്നുമല്ല, കുമ്മിൻസ് എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ ആ ഒരു ടെക്നിക്കൽസ് വളരെ രസകരമായിട്ട് കണ്ടു. ഇതൊരു ചിലപ്പോൾ താഴേക്കോ മുകളിലേക്കോ പോകാമെന്നുള്ളത് ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ട് കരുതുന്നത്. ഞാൻ കണ്ട കാര്യങ്ങളൊന്ന് റിപ്പോർട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഈ പറയുന്ന പോലെ നമ്മുടെ അനീഷ് റെഡിയാണോ? ഈ പറയുന്ന പോലെ സർ, അനീഷ് സാർ ഇതുവരെ റെഡി ആയിട്ടില്ല. നമ്മൾ ഇന്നത്തെ ഒരു ബിസിനസ് ഐഡിയ കൂടി പങ്കുവച്ചതിന് ശേഷം മുൻപോട്ടേക്ക് പോകാം. നമുക്ക് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് അല്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അനീഷിലേക്ക് പോകാം എന്നുള്ളത്. അതായത് ഈ സ്പോട്ട്ലൈറ്റ് ബിസിനസ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അടുത്ത കാലത്ത് ഏറ്റവും നല്ല രീതിയിൽ പോസ്റ്റർ ബോയ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഗോൾഡും സിൽവറും ആയിരുന്നു. ഗോൾഡിനെ കുറിച്ച് നമുക്ക് മാറ്റിവെക്കാം. സിൽവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. 2023-24 പെർ ഔൺസ്, 2025 $23-24 പെർ ഔൺസിൽ നിന്ന് ഏതാണ്ട് $50 പെർ ഔൺസ് US അത് മൂവ് ചെയ്യുന്നു പറഞ്ഞാൽ സിൽവർ നല്ല രീതിയിലുള്ള ഒരു ബുൾ റൺ ആയിരുന്നു എന്നുള്ള ഒരുപാട് കാരണങ്ങളായിരുന്നു ഈ സിൽവർ കയറാൻ കാര്യം. ഒന്നാമത് ഈ ഗോൾഡിൻ്റെ മൊമെൻറ്റം സിൽവറിന് ഒരു പുഷ് കൊടുക്കും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഇൻഡസ്ട്രിയൽ സപ്ലൈസിൻ്റെ ഒരു കൺസ്ട്രെയിൻ സിൽവറിൽ വന്നു, അത് കാരണം സിൽവറിൻ്റെ പ്രൈസ് കൂടി. മാത്രമല്ല ഒരുപാട് ഇൻഡസ്ട്രിയൽ യൂസിന് ഇപ്പോൾ സിൽവർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാരണം റിന്യൂവബിൾ എനർജി ട്രാൻസിഷൻ, ഓട്ടോമോട്ടീവ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക് വെഹിക്കിൾസ്, 5G ആപ്ലിക്കേഷൻ, സോളാർ പാനൽ, EV ബാറ്ററി, സെൻസർ, സെമി കണ്ടക്ടർ എന്ന് വേണ്ട ഒരുപാട് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിന് സിൽവറിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ സിൽവറിൻ്റെ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടി. അതുമാത്രമല്ല ഇൻ കമ്പാരിസൺ ടു ഗോൾഡ് സിൽവർ വളരെ അണ്ടർ വാല്യൂഡ് ആയിരുന്നു. ഈ കാരണങ്ങളെ കൊണ്ട് സിൽവറിൽ നല്ല രീതിയിൽ ഒരു മൊമെൻറ്റം പ്രൈസിൽ ഉണ്ടായി എന്നുള്ള. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന സ്പോട്ട്ലൈറ്റ് ബിസിനസ് എന്ന് പറയുന്ന കമ്പനി സ്ട്രെയിറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്ലെയിൻ വാനില നോക്കുകയാണെങ്കിൽ സിങ്ക് ആൻഡ് ലെഡ് മൈനിങ് ആണ്. സിങ്കും ലെഡും എന്ന് പറയുന്ന മെറ്റൽ മൈൻ ചെയ്യുന്ന കമ്പനിയാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ബിസിനസ്. ഈ സിങ്കിൽ നിന്നും ലെഡിൽ നിന്നുമാണ് ഈ കമ്പനിക്ക് അവരുടെ 50-60% റവന്യൂ വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഈ കമ്പനിക്ക് ഈ സിൽവറും ലെഡും മൈൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ലെഡും സിങ്കും മൈൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സിൽവർ ബൈ പ്രോഡക്റ്റ് ആയിട്ട്. സിൽവർ എന്ന് പറഞ്ഞാൽ സിൽവറിന് വേണ്ടി അവർ മെനക്കെടുന്നില്ല, ഇത് ഉണ്ടാക്കുമ്പോൾ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് സിൽവർ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്നറിയോ, എല്ലാ കോസ്റ്റും ഈ സിങ്കിനും സിൽവറിനും വേണ്ടി ഇട്ട് കഴിഞ്ഞു. സിങ്കിനും ലെഡിനും വേണ്ടി ഇട്ട് കഴിഞ്ഞു. എന്തൊക്കെയാണോ നമുക്ക് സിൽവറിൽ കിട്ടുന്നത് അതൊന്നും അഡീഷണൽ കോസ്റ്റ്ലി അല്ല സിൽവർ ഉണ്ടാകും. അതായത് വേറൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ സിൽവർ ഉണ്ടാക്കും. സിങ്കും ലെഡും ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാ പൈസ ഇട്ടു, അത് ഉണ്ടാക്കി പുറത്തു വരുമ്പോഴത്തേക്കും സൈഡിൽ നമുക്ക് കുറച്ച് സിൽവർ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സിൽവറിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അത് നേരെ കമ്പനിയുടെ ബോട്ടം ലൈനിലേക്ക് പ്രോഫിറ്റിൽ പോയിട്ട് EPS ഭയങ്കര രീതിയിലായിട്ട് കയറും. അതാണ് ഈ കമ്പനിയുടെ പ്രത്യേകത. സിൽവർ അല്ല ഈ കമ്പനിയുടെ പ്രത്യേകത. സിങ്കും ലെഡും ചെയ്യുന്നതിൻ്റെ ഇടയിൽ
വളരെ വലിയ ഒട്ടും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ സിൽവർ സൈഡിൽ കിട്ടുന്നു എന്നാണ് ഒരു ബോണസ് ആയിട്ട് കിട്ടുന്നു എന്നല്ല. അതായത് സിൽവർ നോക്കുകയാണെങ്കിൽ ഈ കിട്ടുന്ന സിൽവർ ഈ കമ്പനിയുടെ 18 തൊട്ട് 20% റവന്യൂ സിൽവറിൽ നിന്നാണ്. എന്നാൽ പ്രോഫിറ്റ് 20 തൊട്ട് 30%. എന്തുകൊണ്ട് റവന്യൂവിനേക്കാളും പ്രോഫിറ്റ് കൂടുതൽ? ഇതിന് വലിയ ചെലവില്ല, കിട്ടണൊക്കെ നേരെ പ്രോഫിറ്റ്സിലേക്ക് പോകും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത എന്നുള്ള. നോക്കുകയാണെങ്കിൽ ഇതാണ് ഇന്ത്യയിലെ പ്യുവർ പ്ലേ സിൽവർ സ്റ്റോറി. വേറെ ഒരു കമ്പനിയും ഇന്ത്യയിൽ പ്യുവർ പ്ലേ സിൽവർ സ്റ്റോറി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ കമ്പനി വേൾഡിലെ തന്നെ ടോപ്പ് 5 സിൽവർ പ്ലെയർ, ടോപ്പ് 10-ലുണ്ട്, ഒരു ടോപ്പ് 5 എന്ന് വേണമെങ്കിൽ പറയാം. ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് വരുന്ന പോളിമെറ്റൽ, റഷ്യ, കസക്കിസ്ഥാനിലുള്ളത്, പിന്നെ ഫ്രഷ് നിലോ എന്ന് പറഞ്ഞ മെക്സിക്കൻ കമ്പനി, KGMM എന്ന് പറഞ്ഞൊരു പോളണ്ട് ബേസ്ഡ് കമ്പനി, പിന്നെ ഗ്ലെൻകോർ എന്ന് പറഞ്ഞ സ്വിറ്റ്സർലൻഡ് കമ്പനി, ഇവരൊക്കെയാണ് അവിടെ ഒരു കോമ്പറ്റീഷൻ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ കമ്പനി ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ബിസിനസ്. ആ കമ്പനിയുടെ പേര് ഹിന്ദുസ്ഥാൻ സിങ്ക് എന്നാണ്. ഹിന്ദുസ്ഥാൻ സിങ്ക് ആണെന്ന് പറയണമെങ്കിലും സിങ്കും ലെഡും അതിൻ്റെ മെയിൻ 60% 70% ഓഫ് റവന്യൂ ആണെങ്കിലും സൈഡിൽ കൂടി സിൽവർ സ്റ്റോറി ഉണ്ട്. പ്യുവർ പ്ലേ സിൽവർ സ്റ്റോറി ഇൻ ഇന്ത്യ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏതാണ്ട് 746 ടൺ ഓഫ് സിൽവറാണ് ഇവരുണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇനിയിപ്പോൾ സിൽവർ ഇതിൻ്റെ സൂപ്പർ സൈക്കിളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ വലിയ അഡ്വാൻറ്റേജ് ആണ് ഈ ബിസിനസ് എന്നുള്ളത്. അപ്പോൾ ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ ഈ കമ്പനി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന് പറയുന്നത് ഈ വേൾഡിലെ ലാർജസ്റ്റ് സിങ്ക് പ്രൊഡ്യൂസറും കൂടെയാണെന്നുള്ള. അവരുടെ ഏതാണ്ട് 70 തൊട്ട് 80% ഓഫ് ഇന്ത്യയുടെ സിങ്ക് പ്രൊഡക്ഷൻ ഈ കമ്പനിയാണ് ചെയ്യുന്നത്. എന്നാൽ ലെഡ് പ്രൊഡക്ഷൻ്റെ 80 to 85. അതായത് സിങ്ക് ടോപ്പ് ലീഡറാണ്, ലെഡ് ടോപ്പ് ലീഡറാണ്, സിൽവറിലും ഇവർ ടോപ്പ് ലീഡറാണെന്നുള്ള. അപ്പോൾ ഹിന്ദുസ്ഥാൻ സിങ്ക് ഏതാണ്ട് 1.2 to 1.3 മില്യൺ ടൺസ് ഓഫ് സിങ്ക് അവരുണ്ടാക്കും. ടോപ്പ് 10 സിങ്ക് കമ്പനീസ് ഇൻ ദ വേൾഡാണ്. പിന്നെ 1.1 to 0.15 മില്യൺ ടൺ ഓഫ് ലെഡും ഗ്ലോബലി ഉണ്ടാക്കുന്നത്. അതായത് ലോകത്തിലെ 15 തൊട്ട് 20 ലെഡ് പ്രൊഡ്യൂസേഴ്സിൽ ഇവരും അതിനകത്ത് ഉണ്ട് എന്നുള്ളത്. ഇതൊക്കെ ബാറ്ററിക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളുള്ള ഇപ്പോഴത്തെ ന്യൂ ഏജ് ടെക്നോളജിക്ക് ആവശ്യമുള്ളതെന്നല്ല. ഇപ്പോൾ സിങ്കിനും ലെഡിനും ഒക്കെ ഇവർക്ക് ഗ്ലോബൽ കോമ്പറ്റീറ്റർ ഉണ്ട്. ഇപ്പോൾ സിങ്കിനാണെങ്കിൽ ഗ്ലെൻകോർ, ടെക്, നൈസ്റ്റാർ, KCH, ബോളിഡൻ എന്നൊക്കെ പറയുന്ന കമ്പനികളുണ്ട്. ലെഡിലാണെങ്കിൽ ഗ്ലെൻകോർ, അഗെയിൻ ഡോയി റൺ, നൈസ്റ്റാർ എന്ന് പറഞ്ഞ കമ്പനികളൊക്കെ ഇവർക്ക് ഉണ്ടെങ്കിലും ടോപ്പ് 10 ടോപ്പ് 15 ഇവർ ഇവരുടെ സെഗ്മെൻറ്റ് സിങ്ക്, ലെഡ്, സിൽവർ ഇതിലെല്ലാവരും ഇവരുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റ് കമൻട്രി, അതായത് ഈ Q2 കഴിഞ്ഞല്ലോ, അതായത് ഈ കഴിഞ്ഞ റിസൾട്ട്സിൽ അവർ പറഞ്ഞു വെച്ചാൽ അവരുടെ സിൽവർ അവർ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും അവർ കുറേ ഹെഡ്ജ് ചെയ്യും. എനിക്ക് തോന്നുന്നു ടോട്ടൽ സിൽവറിൻ്റെ വോളിയത്തിൻ്റെ ഒരു 10 to 20% ഇവർ ഹെഡ്ജ് ചെയ്യും. ബാക്കി അവർ ലീവ് ഇറ്റ് ഓപ്പൺ. അവർ ഹെഡ്ജ് ചെയ്ത് എത്രയെന്നറിയോ? $37 അവർ ഹെഡ്ജ് ചെയ്തു. കാര്യം അവരൊരിക്കലും കമ്പനി തന്നെ വിചാരിച്ചില്ല, കമ്പനി മാനേജ്മെൻറ്റാണ് $50 പോകും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് 20% സിൽവർ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരു $37 ഹെഡ്ജ് ചെയ്തു. സിൽവർ 50 പോയപ്പോൾ ഇവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയില്ല എന്നുള്ളതാണ്. എന്നാൽ ബാക്കിയുള്ള 70% തൊട്ട് 80% അൺഹെഡ്ജ്ഡ് ആയിരുന്നു. അതിൻ്റെ പ്രോഫിറ്റ് അവർക്ക് കിട്ടി. എങ്കിലും കമ്പനി ടോട്ടലായിട്ട് Q2 ഏർണിങ്സ് പോവുകയാണെങ്കിൽ ഈ ഹെഡ്ജിങ് കാരണം ഈ 20% ഹെഡ്ജ് ചെയ്ത കാരണം $37 ഹെഡ്ജ് ചെയ്ത കാരണം വേണ്ട ബെനിഫിറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും ഓപ്പറേഷണലി ഇവർക്ക് നല്ല റിസൾട്ട് ആയിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഹെഡ്ജിങ് കാരണം ഇവർക്ക് ലോസ് ഉണ്ടായില്ല, വേണ്ട രീതിയിൽ പ്രോഫിറ്റ്. അതായത് 50 ആയിരുന്നെങ്കിൽ എങ്ങനെയാണ് 37 കിട്ടും പോലെ അല്ലല്ലോ. 24 $23 നിന്നാണ് അത് മൂവ് ചെയ്തതെന്ന് ആലോചിക്കണം എന്നല്ല. പിന്നെ ഇനി ഈ HCLൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇത് കമോഡിറ്റി സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു മെറ്റൽ സ്റ്റോക്കൊക്കെ സൈക്ലിക്കലൊക്കെ ആണെങ്കിലും ഈ കമ്പനി ഭയങ്കര ക്യാഷ് ഫ്ലോ ജനറേറ്റിംഗ് മെറ്റൽ കമ്പനിയാണ്. മെറ്റൽ കമ്പനികൾ ഏറ്റവും കൂടുതൽ ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യണം. മാനേജ്മെൻറ്റ് പറയുന്നത് 50,000 കോടിയുടെ ക്യാഷ് ഫ്ലോ അടുത്ത 5 കൊല്ലം ക്യാപെക്സ് മാറ്റി വെച്ചിട്ട് ഇവർ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അധികം ക്യാഷ് ഒന്നും ഇവർക്ക് വേണ്ട, നല്ല വിസിബിലിറ്റി ഉണ്ട്. പിന്നെ ക്യാഷ് കൺവേർഷൻ റേറ്റും ഭയങ്കര ഹൈ ആണ്. FY25 ഇവർ റവന്യൂ എന്ന് പറഞ്ഞാൽ 34,000 കോടിയും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 17,460 കോടിയും എന്നാണ്. ഇതിനകത്ത് ആപ്പാട് ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് വേദാന്ത മാനേജ്മെൻറ്റ് തന്നെയാണെന്നുള്ള അനിൽ അഗർവാൾ കമ്പനിയാണെന്നുള്ളതാണ്. പക്ഷേ എങ്കിലും അതിനകത്തൊരു ചെറിയൊരു കുഷനിങ് ഉണ്ട്. കാര്യം എന്നറിയോ, ഈ 2002 ഈ ഹിന്ദുസ്ഥാൻ സിങ്ക് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് ചെയ്യണേ. ആ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സായിട്ട് വേദാന്ത മേടിച്ചത് 64.9% ആണെങ്കിലും ഗവൺമെൻറ് കയ്യിൽ ഇപ്പോഴും 29.54%. അപ്പോൾ ഗവൺമെൻറ്റിന് 29% നിയർലി 30% സ്റ്റേക്ക് ഉണ്ട്. ബോർഡിലേക്ക് 2 മെമ്പേഴ്സും ഗവൺമെൻറ് വയ്ക്കും എന്നുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പൊളിറ്റിക്കൽ ഹോട്ട് പൊട്ടറ്റോ ആണ്. ഇതിനെന്തെങ്കിലുമൊക്കെ വേലത്തരങ്ങൾ വേദാന്ത കാണിച്ചു കഴിഞ്ഞാൽ പാർലമെന്റിൽ വരെ ഡിസ്കഷൻ ഉള്ളതുകൊണ്ട് ഒരുപാട് ഗവൺമെന്റ് സ്ക്രൂട്ടണി ഈ കമ്പനിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേദാന്ത കമ്പനികളിൽ ഭേദപ്പെട്ട കമ്പനിയായിരിക്കാം ഹിന്ദുസ്ഥാൻ സിങ്ക് എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ബട്ട് ഇതൊരു റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസായിട്ട് കണക്കാക്കായിരിക്കും. നമ്മളൊരു ബിസിനസ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. അത് സിൽവർ ഇത്രയും നന്നായിട്ട് കയറിയുകൊണ്ട്
ഇന്ത്യയിലെ ഒരു പ്യുവർ പ്ലേ സിൽവർ സ്റ്റോറി ഒന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചെന്നേ ഉള്ളൂ. ഈ കമ്പനി അടുത്ത ഒരു 3 കൊല്ലം കൊണ്ട് 12,000 കോടി ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ കപ്പാസിറ്റി ഡബിൾ ചെയ്യാൻ പോകുന്നു. അതായത് 2026 ഇവർ 3,000 കോടി, 27 5,000 കോടി, 28 4,000 കോടി, അങ്ങനെ ഓൾ ടുഗദർ 12,000 കോടിയിട്ട് അടുത്ത 3 കൊല്ലം കൊണ്ട് കപ്പാസിറ്റി ഡബിൾ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത കൂടെ പുറത്തു വന്നിരിക്കുന്നു. അതുകൊണ്ട് ഹിന്ദുസ്ഥാൻ സിങ്കാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ബിസിനസ്സായിട്ട് അവതരിപ്പിക്കുന്നത്. ഇന്നിവിടെ നൽകിയിരിക്കുന്ന ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ ഒന്നുമല്ല. ഒരു നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ സഹായം തേടിയതിന് ശേഷം മാത്രം നടപ്പാക്കുക. നാളെ ഓപ്പണിംഗ് ഹവേഴ്സുമായിട്ട് വീണ്ടും കാണാം. അതൊരു നന്ദി, നമസ്കാരം.